RSS പാൻ കാർഡ് ഉണ്ടോ കണക്കുണ്ടോ എന്നൊക്കെ ശ്രീ അനിൽകുമാർ RSS എന്ന് പറയുന്ന സംഘടന 100 വർഷം പഴക്കമുള്ള സംഘടനയാണ്. രാജ്യം നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയപ്പോൾ രൂപീകരിച്ച സംഘടനയല്ല. അതുകൊണ്ട് RSS കൃത്യമായിട്ട് കണക്കില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞങ്ങളെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചത് നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ് എന്നേ ഇതെല്ലാം അടച്ചു പൂട്ടിക്കാന് എന്തേ പൂട്ടിക്കഴിഞ്ഞത്? അപ്പൊ RSS കണക്കുണ്ട്, RSS പാൻ കാർഡ് ഉണ്ട്, RSS കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പോലെ പാട്ട വിരിച്ചും ജനങ്ങളെ പറ്റിച്ച് കടിച്ചുകൊണ്ട പാർട്ടിയല്ല. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അനിൽകുമാർ ആവേശത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, എല്ലാം ഉദ്യോഗസ്ഥരില്ലേ, ഉദ്യോഗസ്ഥരുടെ ബാധ്യതയല്ലേ, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് അതിന് അകമ്പടി പോയതെന്ന് പറയാനുള്ള ബാധ്യത CPM നോമിനികൾക്കില്ലേ, ദേവസ്വം ബോർഡിനില്ലേ? ഈ 40 ദിവസക്കാലം 2019 ജൂലൈ മാസം 20-ാം തീയതി കൊണ്ടുപോയ സാധനം ഓഗസ്റ്റ് 29-ാം തീയതി വരെ 40 ദിവസക്കാലം ഭക്തിയും വിശ്വാസവും കച്ചവടം ചെയ്യാൻ ഒരാൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അയാൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത ആരൊക്കെയാണ് അവരെ സംരക്ഷിക്കുന്നത് പറയാനുള്ള ബാധ്യത. ഇതിനകത്തൊരു വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്. ഇദ്ദേഹം അവകാശപ്പെടുകയാണ് ഇതേപോലുള്ള സാമ്പത്തികമുള്ള അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ അടുത്തുവതായിട്ട് അവകാശപ്പെടുകയാണ്. നോക്കൂ, എൻ്റെ കയ്യിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുണ്ട്, ഈ ശില്പങ്ങൾ ഒരു ദിവസം വീട്ടിൽ വെച്ച് പൂജിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് 10-15 ലക്ഷം രൂപ ഇയാൾ വാങ്ങിച്ചിട്ടുണ്ടാകുമെന്നേ നമുക്കതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ കച്ചവടം ചെയ്യാൻ കൂട്ടുനിന്നവരല്ലേ യഥാർത്ഥ പ്രതികൾ? ഇതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തവരല്ലേ യഥാർത്ഥ പ്രതികൾ? ഇങ്ങനെ ഈ പറഞ്ഞ അവതാരങ്ങൾക്ക് ശബരിമലയിൽ സ്വൈരവിഹാരം നടത്താനുള്ള അനുമതി ആരാണ് കൊടുത്തത്? അപ്പൊ ഇതൊക്കെ പരിപാലിക്കേണ്ട, ഇതൊക്കെ നോക്കിക്കാണേണ്ടുന്ന ആൾക്കാർ ഇതിലെല്ലാം മൗനാനുവാദം കൊടുക്കുകയായിരുന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കുന്ന വിഷയമല്ല കാശ്മി, ഇതിന് പുറകിൽ ഇതിനേക്കാൾ വലിയ പോറ്റിമാരുണ്ട്. ഈ ആറന്മുളയിലെ സ്ട്രോങ് റൂമിലെ ഓരോ ഉരുപ്പടിയും എടുത്ത് പരിശോധിച്ചാൽ സ്വർണ്ണമേത് ചെമ്പേതെന്ന് നമുക്ക് തിരിച്ച് സംശയമുണ്ടാകും. കാരണം ഇതിനകത്തൊക്കെ വലിയ തീവട്ടിക്കൊള്ളയുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. ബാലഗോകുലം നടത്തുന്ന കോടികളുടെ തട്ടിപ്പുണ്ടല്ലോ, ശ്രീകൃഷ്ണ ജയന്തി അമ്പലത്തിലെ കണക്കിലില്ലല്ലോ, ദേവസ്വത്തിൻ്റെ കണക്കിലില്ലല്ലോ. എത്ര കോടി പിരിക്കുന്നുണ്ട്? ബാലഗോകുലത്തിന് അക്കൗണ്ട് ഉണ്ടോ? ബാലഗോകുലത്തിന് എവിടെയെങ്കിലും അക്കൗണ്ട് ഉണ്ടോ? കുഞ്ഞുങ്ങൾക്ക് എവിടെയെങ്കിലും അക്കൗണ്ട് ഉണ്ടോ? കുഞ്ഞുങ്ങളുടെ പേരിൽ RSSകാർ പിരിച്ച് നാട് മുഴുവൻ വിഴുങ്ങുകയല്ലേ. ആ വിഴുങ്ങുന്നവരാണ് നാട്ടിൽ വന്നിട്ട് പറഞ്ഞിട്ടിരിക്കുന്നത്. കണക്കൊന്ന് പറഞ്ഞിട്ട് പോകും. ഒരു വെള്ളി രൂപ കണക്കൊന്ന് പറയും. ബാലഗോകുലം നാട്ടിൽ നടത്തുന്ന പറഞ്ഞാൽ മതി. എവിടെയാണ് ബാലഗോകുലം എന്ന് പറയുന്ന കുട്ടികളുടെ സംഘടന? ബാലഗോകുലം നാട്ടിൽ ശോഭയാത്ര നടത്തുന്നുണ്ടോ? അതുകൊണ്ട് ബാലഗോകുലത്തിന്റെ ശോഭയാത്ര പണപ്പിരിവ് നടത്തുന്നുണ്ടോ? ആ ബാലഗോകുലത്തിന്റെ പേരിൽ നാട് മുഴുവൻ നടത്തുന്നുണ്ട് വളരെ കങ്കേമമായിട്ട്. എന്റെ സമയമല്ലേ ഇത്? നിങ്ങൾ തെളിവ് സഹിതം പറയും. പറയുന്ന സ്ഥലമല്ല ആൾക്കാർ കാണുന്നത്. ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് പോകരുത്. പാട്ട എടുക്കുന്നവരാണെന്ന് അനിൽകുമാർ ഒരു ആരോപണം ഉന്നയിക്കുന്നു, അതിന് മറുപടി താങ്കൾ പറഞ്ഞോളൂ. അനിൽകുമാർ ആരോപണം ഉന്നയിക്കുന്നു, ആരോപണത്തിന് മറുപടി താങ്കളുടെ ഊഴത്തിൽ ഞാൻ വരാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശരത്കുമാർ പറഞ്ഞു പൂർത്തിയാക്കോട്ടെ. അല്ലല്ല, അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് എന്തിനാണ് ഞാൻ? താങ്കളുടെ ഊഴത്തിൽ മറുപടി പറയൂ. താങ്കളുടെ ഊഴത്തിൽ മറുപടി പറയൂ അനിൽകുമാർ. ശരി 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 ഞാനായിട്ട് അങ്ങയുടെ ചർച്ച രജിസ്റ്റർ ചെയ്ത തനിക്ക് പേടി തോന്നുന്നുണ്ടോ? പേടി ഉണ്ടായിട്ടൊന്നുമല്ല, തടി കൂടിയത് കൊണ്ട് പഴയതുപോലെ ഓടാൻ പറ്റില്ല. സംഘടനയല്ല. RSSന്റെ 100-ാം വാർഷികമാണല്ലോ. RSS രജിസ്റ്റർ ചെയ്ത സംഘടനയല്ല. RSSന് പാൻ കാർഡില്ല, RSSന് ഭരണഘടനയില്ല. ഈ ബാലഗോകുലം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സംഘടനയാണ്. അതിന് ഏത് തരത്തിലാണ് ബാങ്ക് അക്കൗണ്ട്? കുട്ടികളാണ് ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത്. ഈ നാട് മുഴുവൻ പിരിക്കുകയല്ലേ. എത്ര കോടി? എവിടെയാണ് കണക്ക് ഹാജരാക്കുന്നത്? കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. ആ കണക്കൊന്ന് കാണിച്ചു തന്നെ. ഞങ്ങൾ പരിശോധിച്ചിട്ട് ബാലഗോകുലം കോടികൾ പിരിക്കുന്നു, ഒരു കണക്കും ഹാജരാക്കുന്നില്ല. ശ്രീകൃഷ്ണന്റെ പടം വെച്ചാൽ പിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചത് RSS പാൻ കാർഡ് ഉണ്ടോ കണക്കുണ്ടോ എന്നൊക്കെ. ശ്രീ അനിൽകുമാർ, RSS എന്ന് പറയുന്ന സംഘടന 100 വർഷം പഴക്കമുള്ള സംഘടനയാണ്. രാജ്യം നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയപ്പോൾ രൂപീകരിച്ച സംഘടനയല്ല. അതുകൊണ്ട് RSS കൃത്യമായിട്ട് കണക്കില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞങ്ങളെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചത് നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്
എന്നേ ഇതെല്ലാം അടച്ചു പൂട്ടിച്ചേനെ. എന്തേ പൂട്ടിക്കഴിഞ്ഞത്? അപ്പൊ RSSന് കണക്കുണ്ട്, RSSന് പാൻ കാർഡ് ഉണ്ട്, RSSന്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളെ പോലെ പാട്ട വിരിച്ചും ജനങ്ങളെ പറ്റിച്ച് തടിച്ചു കൊടുത്ത പാർട്ടിയല്ല ഞാൻ. വ്യക്തിപരമായി ഞാൻ ഈ സിസ്റ്റത്തിന് നേരെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ കയറി കൊണ്ടത്? അപ്പൊ നിങ്ങളുടെ മൂട്ടിൽ തടവി നോക്കിയാൽ മതി, അവിടെ ഉണ്ട് കോഴിപ്പൂട. നേരെ പോകുന്ന ഒരു ലൈനാണ് നമുക്കുള്ളത് കേട്ടോ. RSSന് മെമ്പർഷിപ്പ് ഉണ്ടോ? മെമ്പർഷിപ്പ് ഇല്ലാതെ പാൻ കാർഡ് ഭരണഘടനയില്ല. നമ്മുടെ വിഷയമല്ല. എന്നാലും ഹാഷ്മി മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു സംഘടന 100 വർഷം ഒരു പിളർ പോലും ഇല്ലാതെ ഭരണഘടനയില്ലല്ലോ. ഭരണഘടനയുണ്ടോ? ആണോ ഹാഷ്മിയുടെ ബാക്കിയുള്ളതൊക്കെ വിശ്വാസ സംഘമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? എന്തോ നിങ്ങളുടെ തത്വശാസ്ത്രം നൈരുദ്ധാത്മിക ഭൗതികവാദം ഭൗതികവാദത്തിന് ഇപ്പൊ എന്ത് പറ്റി? വ്യക്തമായില്ല, ഞാൻ വ്യക്തമാക്കി തരാം. ഭരണഘടന വേണ്ടെന്നാണോ ഭൗതികവാദം പറയുന്നത്? ഭരണഘടന വേണ്ടെന്നാണോ ഭൗതികവാദം പറയുന്നത്? നിങ്ങളെ പാവങ്ങളായിട്ടുള്ള അയ്യപ്പ ഭക്തരുടെ പൈസ കട്ട് തിന്നാൻ ഭരണഘടനയുണ്ടോ? ഹാഷ്മി നിങ്ങൾക്ക് ഭരണഘടനയുണ്ടോ? RSS എന്തേ ഭരണഘടനയുണ്ടോ? കട്ടുമുടിച്ചതിന് ശേഷം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കരുത്. മറുപടി പറയേണ്ടി വരും. ഏതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ സൂനവെട്ടം എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ.